ഇനി വരുന്ന ഓഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും. പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പൊ പുള്ളി ചോദിച്ചു മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഏതായാലും നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ചേട്ടാ അറിയില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിൽ ഇരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ടായി ഇതിപ്പോ തൽക്കാലം കഴിക്കുന്ന പറഞ്ഞ് എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിലൂടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ പെൺകുട്ടി പറയുന്നത് ഇന്ന് ലോകത്തിനോട് വിട പറഞ്ഞു പോയ ദീപക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ പെൺകുട്ടി യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ പെൺകുട്ടിക്ക് പീരീഡ്സിന്റെ സമയത്തുണ്ടായ ആ വിഷമങ്ങൾ മനസ്സിലാക്കാനും ആ പെൺകുട്ടിയെ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്യാനും കാണിച്ച ആ ഒരു മനസ്സുള്ള ഒരാളാണ് ഇന്ന് മറ്റൊരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ടവൾ ലോകത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ഈ ഒരു ഓഡിയോ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് പോലും ദീപകുമായിട്ട് ബിസിനസ് ബന്ധമുള്ള ഒരാളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല, ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രോവേർട്ടിനെ പോലെ ജീവിക്കുന്ന, അധികം ആളുകളോടൊന്നും സംസാരിക്കാത്ത, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും പോയി തലവെക്കാത്ത, വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ദീപക് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ആദ്യം അദ്ദേഹത്തിന്റെ മെസ്സേജിലൂടെയാണ് ഞാൻ സത്യം പറഞ്ഞ് എഴുന്നേറ്റത് തന്നെ. വീഡിയോ ചെയ്തതിന് ശേഷം കുറേ ആളുകൾ വന്നിച്ച് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ആളല്ല, ഒരിക്കലും സ്ത്രീകളോട് അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3-4 പേരുടെ മെസ്സേജ് എങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ കേട്ട ഓഡിയോയിൽ പോലും ആ പെൺകുട്ടി അത്രയ്ക്കും ആത്മാർത്ഥതയോടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും മാന്യമായിട്ടായിരിക്കും ദീപക് എന്ന് പറയുന്ന വ്യക്തി ആ പെൺകുട്ടിയോട് പെരുമാറിയിട്ടുള്ളത്. പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, തലവേദന ഉണ്ടായപ്പോൾ ഗുളിക കൊണ്ട് കൊടുക്കാനും, പരീക്ഷകളുടെ ടെൻഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ആ പെൺകുട്ടിയോട് സംസാരിക്കുകയും എല്ലാം ചെയ്ത് അമ്മയെ വിളിക്കണോ അല്ലെങ്കിൽ കൊണ്ടുവിടണോ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അത്രയും ഒരു ജ്യേഷ്ഠനെ പോലെ ആ പെൺകുട്ടിയോട് പെരുമാറിയ ഒരു വ്യക്തിയെയാണ് ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ച് ഇന്ന് ഈ ലോകത്ത് ഇല്ലാണ്ടാക്കിയെന്ന് ഓർക്കുമ്പോൾ ശരിക്കും ആ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ഒരു വല്ലാഴിക മനസ്സിന് വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഷെയർ ചെയ്തതാണ്.